രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും മറ്റും പ്രതിഷേധിച്ച് ഇപ്പോൾ ദളിത് സംഘടന നടത്തിയ ഹർത്താൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഹർത്താൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞത്. തമ്പാനൂരിൽ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾ തടഞ്ഞിട്ട് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബസ്സുകൾ കടത്തിവിടാൻ അനുവദിക്കില്ലെന്ന് KSRTCക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെന്ന് സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ അസ്വാഭാവികമായി മരണപ്പെട്ട നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 52 ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും തിരുവനന്തപുരം തമ്പാനൂരിൽ KSRTC ബസ്സുകൾ അടക്കം തടഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം തുടരുകയാണ്. വരും മണിക്കൂറുകളും അത് ശക്തമായി തന്നെ തുടരുമെന്നാണ് വിവിധ സംഘടനയുടെ പ്രതിനിധികൾ സമരസമിതിയൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ഈ സമരസമിതിയുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങും. എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ? നമ്മൾ ഈ പ്രതിഷേധം പെട്ടെന്ന് നമ്മളിപ്പോ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോട്ടീസ് കൊടുത്ത് നമ്മൾ പ്രസ് മീറ്റിംഗ് നടത്തി നമ്മൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചു, പരസ്യമായി പ്രഖ്യാപിച്ചു. അതിന്റെ പരമായി ട്രാൻസ്പോർട്ടിനും നമ്മൾ എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത്. പക്ഷേ ഈ സാധാരണ രാഷ്ട്രീയ പ്രമുഖ CPM-ഓ കോൺഗ്രസോ അല്ലെ BJP-യോ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുമ്പോൾ ബസ്സുകൾ ഇറക്കാറില്ല. പരമാവധി അവർ ഒഴിച്ചു നിർത്തും. പക്ഷേ ഇത് പട്ടികജാതിക്കാരുടെ ഹർത്താൽ ആയതുകൊണ്ട് അവർ ഈ ബസ് ഓടിച്ചുകൊണ്ട് നമ്മളെ ഹർത്താലിനെ അല്ലെങ്കിൽ നമ്മളെ ഈ സമരത്തെ വില കുറച്ച് കാണാനുള്ള ഒരു ശ്രമമാണ് ഈ ഭരണകൂടത്തിൽ നടത്തുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ ഫോർട്ട് AC വന്ന് ഞങ്ങളെ തള്ളി, പോലീസ് തള്ളി. അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറെ ഒരു അധികാരം കാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളി നിൽക്കാൻ ശ്രമിച്ചു. അതെല്ലാവരും കൂട്ടത്തോടെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മാറി. അല്ല, ഒരു സംശയം, ചെറിയൊരു കാര്യം. ഈ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ വാഹനങ്ങൾ തടയില്ല എന്നൊരു വാർത്താക്കുറിപ്പ് ഞങ്ങൾക്കൊക്കെ ലഭിച്ചിരുന്നു. വാഹനങ്ങൾ തടയില്ല, ഇതൊരു നമ്മൾ തടയില്ല എന്ന് പറഞ്ഞത് അത്യാവശ്യ സർവീസുകളാണ് തടയില്ല എന്ന് നമ്മൾ അവശ്യ സർവീസുകൾ, പാല്, പത്രം, വിവാഹം അതുപോലെ മരണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് തടയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മറിച്ച് ഇപ്പോ KSRTC ഉൾപ്പെടെയുള്ള സർവീസുകൾ തടയുമെന്ന് തന്നെയാണ് ആക്ഷൻ കൌൺസിൽ പറഞ്ഞിരുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് വേറൊരു കാര്യം, ഞങ്ങൾ എല്ലാവരും ഈ നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തോടൊപ്പം അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിന്നവരാണ്. എങ്കിലും ഒരു കാര്യം, ഈ വലിയ ചൂടുണ്ട്. ഈ ബസ്സിലൊക്കെ ഇത്രയധികം യാത്രക്കാർ ഇങ്ങനെ എത്ര നേരം അൺകണ്ടീഷണലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അല്ല സാറേ, ഒരു ചെറുപ്പക്കാരനെ അതിമൃഗീയമായി ക്യാമ്പസിനകത്ത് ജാതി അധിക്ഷേപം നടത്തി റാം എന്നു പേരുള്ള ഒരു HODയും അവിടുത്തെ പ്രിൻസിപ്പൽ കൂടി ചേർന്ന് മൃഗീയമായി ആ പയ്യനെ മരണത്തിന് വിധേയനാക്കിയപ്പോ ഈ ചൂടൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചൂട് ആർക്കും അനുഭവപ്പെട്ടില്ല. അത് അനുഭവപ്പെട്ടത് ആ നിതിന്റെ കുടുംബത്തിനും നിതിന്റെ സഹോദരങ്ങളായ ഞങ്ങൾക്ക് മാത്രമേ ആ ചൂട് അനുഭവപ്പെട്ടുള്ളൂ. ഞങ്ങൾ അനുഭവിക്കുന്ന ചൂട് കേരളം മുഴുവൻ ഉണ്ടാകണം. ആ ചൂട് നാളെ ഇവിടുത്തെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടൊരു നിതിൻ രാജ് മരണപ്പെട്ടാലും ഉണ്ടാകണം. ഞങ്ങൾ പട്ടികജാതിക്കാരെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, രോഹിത് വേമുല, ഈ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല മരണപ്പെട്ടപ്പോ ഇതുപോലെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ പണ്ടെങ്ങും കേട്ടുകേൾവിയില്ലാത്ത നിലയിൽ ഇങ്ങനെ ക്യാമ്പസിനകത്ത് മൃഗീയമായി ടോർച്ചർ ചെയ്ത് ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ ചൂടാണോ ഈ ബസ്സിനകത്തിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്? ബസ്സിനകത്തിരിക്കുന്ന ആളുകൾ ഇന്നലെ തന്നെ അറിഞ്ഞു കേരളത്തിൽ ഹർത്താലാണെന്ന്. അപ്പൊ പട്ടികജാതിക്കാർ നടത്തുന്ന ഹർത്താലായതുകൊണ്ട് ബസ്സിൽ യഥേഷ്ടം യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് കരുതി. പക്ഷെ കരുതിയവർ ആ ബസ്സിനകത്തിരിക്കുമ്പോൾ ഇച്ചിരി ചൂടുണ്ടാകുന്നതിന് എന്താ കുഴപ്പം? അല്ല, അപ്പം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു ഇടപെടൽ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ശക്തമായി പ്രതികരിക്കും. ഇപ്പൊ പല ഭാഗത്തായിട്ട് ഇരിക്കുന്നവരെ എല്ലാം ഇവിടെ എത്തും. ആ കാര്യം അവര് പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ പല ഭാഗത്തും ഇരിക്കുന്ന ഇതിൽ നിശബ്ദരായിരിക്കുന്നവർ പോലും അങ്ങനെ ഉണ്ടായാൽ അവരുടെ എത്തും. അത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ ദളിത് സംഘടനകൾ ശക്തമായി തന്നെ KSRTCക്ക് കഴിഞ്ഞ ദിവസം അവർ നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് അവർ തന്നെ, നേതാക്കൾ തന്നെ വ്യക്തമാക്കിയാണ്. പോലീസ് ഇടപെട്ടാൽ തങ്ങളുടെ പ്രതിഷേധക്കാരായ പ്രവർത്തകർ ഇവിടേക്ക് കൂടുതലായി എത്തും, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആരോപണ വിധേയരെ, പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 52 ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.